ആണ്ടുവട്ടം 6-ാം ഞായർ. തിരുവചനം: എന്നാൽ സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം തിരുവചനം. ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെയും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെയും കാഴ്ചപ്പാടുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. വിശുദ്ധ മത്തായി വളരെ നയത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ, വിശുദ്ധ ലൂക്ക ഒരു രീതിയിലുള്ള വിശേഷണവും ചേർക്കാതെ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. ഉള്ളവന് ഇല്ലാത്തവൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളുടെ ആഴം മനസ്സിലാക്കുവാൻ സാധിക്കാത്തതിനാൽ യേശു ഒറ്റ വാക്കിൽ പറഞ്ഞു, സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം. സമ്പത്തിനോടുള്ള താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള സമ്പത്തിൻ്റെ അവകാശം പാവപ്പെട്ടവന് കൂടെ ഉള്ളതാണ് എന്ന് ചിന്തിക്കുവാൻ ധനവാന് ഒരിക്കലും സാധിക്കുകയില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ചെറുപ്പത്തിൽ താൻ ഇഷ്ടപ്പെട്ട് ധ്യാനിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തിയ ഒരു പെയിൻറ്റിംഗ് റോമിലെ സൻ ലൂജിയോ ദി ഫ്രാൻചെസ്കോ പള്ളിയിൽ ഉണ്ട്. 1599 1600 കാലയളവിൽ കരവാജിയോ വരച്ച ചിത്രത്തിൽ യേശു ചുങ്കക്കാരൻ ലേവിയെ വിളിക്കുന്ന ഒരു രംഗമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ലേവി ഒരു കൈ തൻ്റെ നേരെ തന്നെ ചൂണ്ടിയിട്ട്, നീ എന്നെയാണോ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതേസമയം മറുകരം പണപ്പെട്ടിയിൽ വെച്ചിട്ട് അത് വിടാൻ പ്രയാസപ്പെടുന്ന ചിത്രവും നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഫ്രാൻസിസ് പാപ്പ ലേവിയുടെ സ്ഥാനത്ത് തന്നെ നിർത്തിയിട്ട് തൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഘർഷം, ഭൗതിക സമ്പത്തും ആത്മീയ വിളിയും തമ്മിലുള്ള സംഘർഷം ഈ ചിത്രത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുമായിരുന്നു.